आपको लिए चलते हैं केरल, जहां राहुल गांधी रैली को संबोधित कर रहे हैं। അതായത് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യവസായമാകട്ടെ വാണിജ്യമാകട്ടെ അതൊക്കെ സാധാരണക്കാർക്കിടയിലേക്ക് ക്ഷേമത്തെ ഇറക്കിക്കൊണ്ടുവന്ന് എല്ലാ വ്യാവസായികമായ പുരോഗതിയുടെയും ലഭ്യത അവർക്ക് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. We say that there should be industry in Kasaragod, but people of Kasaragod must benefit from the industry. കാസർഗോഡ് ജില്ലയിൽ വ്യവസായം ഉണ്ടാകണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതോടൊപ്പം നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരാഗ്രഹവും കൂടിയുണ്ട്. ഇവിടെ വ്യവസായം ഉണ്ടായാൽ മാത്രം പോരാ, ആ വ്യവസായത്തിൽ കാസർഗോട്ടെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാകണം എന്ന കാര്യത്തിൽ നമുക്ക് നിർബന്ധമുണ്ട്. We can see the potential of Kasaragod. You have land available. You have the best quality people available. You have sea access. You have rail access. You have road access. കാസർഗോഡിന്റെ ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങൾ, വിഭവങ്ങൾ നമുക്ക് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ വ്യവസായത്തിന് അനുകൂലമായ നല്ല ഭൂമിയുണ്ട്. മാത്രവുമല്ല നല്ല ഉന്നത നിലവാരം പുലർത്തുന്ന ജനങ്ങളുണ്ട്. മാത്രവുമല്ല കടലിലൂടെയും വാനത്തൂടെയും ഗതാഗതത്തിനുള്ള സൗകര്യവും കാസർഗോഡിനുണ്ട്. ഇതൊക്കെ കാസർഗോഡിന്റെ പ്രത്യേകമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ്. And I think yesterday I went to Bangalore, and in Bangalore I said that just like Bangalore is known in the rest of the world as an industrial city, as a technical city, Bangalore should also be known. And I'd like to say from here that over the next 5 to 10 years, Kasaragod should be known in the rest of the world as an industrial center.